കൊക്കര പാടണ ചങ്ങാതി, കൂകിയുണർത്തണ ചങ്ങാതി, തൊപ്പി ധരിക്കണ ചങ്ങാതി, കുപ്പ ചികയണ ചങ്ങാതി, വാല് വളഞ്ഞൊരു ചങ്ങാതി, ചേലേറുന്നൊരു ചങ്ങാതി. ആരാണീ ചെറു ചങ്ങാതി? കൊക്കര പാടണ ചങ്ങാതി, കൂവിയുണർത്തണ ചങ്ങാതി. ഞാൻ പറയാം, പൂവൻ കോഴി. സബാഷ്. ആകാശത്തൊരു കണ്ണാടി, വട്ടം വട്ടം കണ്ണാടി, രാവിൽ മിന്നും കണ്ണാടി, നമ്മളെ നോക്കും കണ്ണാടി. ഏതാണാ കണ്ണാടി? പറയൂ. അമ്പിളി അമ്മാവൻ. വെരി ഗുഡ്. ഉത്തരം പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, ഇത് തീർച്ച. അതോ? കേട്ടു നോക്കൂ. കേൾക്കട്ടെ. മധുരം കണ്ടാൽ അങ്ങെത്തും, ചുറ്റിപ്പറ്റി നടന്നിടും, ചേറും ചെളിയും നിറഞ്ഞ കാലാൽ ചോറിൽ പോലും ഇരുന്നിടും. രോഗം പരത്തും ഇവനാരെ? പറയൂ. ഞാൻ പറയാം, ഉറുമ്പ്. അയ്യേ, കമോൺ. മധുരം കണ്ടാൽ അങ്ങെത്തും, പിന്നെ ചുറ്റിപ്പറ്റി നടന്നിടും, ചേറും ചെളിയും നിറഞ്ഞ കാലാൽ ചോറിൽ പോലും ഇരുന്നിടും, രോഗം പരത്തും ഇവനാരെ? പറഞ്ഞോളൂ, ഉത്തരം പറയൂ. ഉത്തരം ഞാൻ പറയാം, ഈച്ച. സബാഷ്, കറക്റ്റ്. നിങ്ങൾക്ക് ഐസ് ഇഷ്ടമാണോ? ഹായ്, എവിടെ? ഐസ് തിന്നാൻ നല്ല രസമാണ്. ഐസ് നല്ലതാണോ? നല്ലതാണ്. ആണോ? അതെ, നല്ല മധുരവും തണുപ്പുണ്ടാവും. ശരി. നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടമാണോ? ഹായ്, നാവിൽ വെള്ളം ഊറുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ്. അച്ചാർ വാങ്ങി കഴിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്, നല്ല രസമാ. എനിവേ, ബൈ ദ ബൈ, ഇനി പറയൂ, കാണുന്നിടത്ത് നിന്നൊക്കെ അതും ഇതും വാങ്ങി കഴിക്കുന്നത് നല്ലതാണോ? വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്നും മനസ്സിലായി. പല രോഗങ്ങളും വരും, അല്ലേ അണ്ണ? ഇതുവരെ ചോദിച്ച കടമ്പതൊക്കെ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ല ചേട്ടാ. അടുത്ത ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയും, ഉറപ്പാ. ഷുവർ? ഷുവർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നെക്സ്റ്റ് കടങ്കഥ ഈസ്: കിഴക്ക് കാണാം കാലത്ത്, തലക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും സന്ധ്യയ്ക്ക്. ആരാണെന്ന് പറയാമോ? യെസ്, പറയൂ. ടെൽ മീ. സൂര്യൻ. കൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അണ്ണ. ഓക്കേ. ബൈ ദ ബൈ, നിങ്ങൾ ഇളനീർ കുടിച്ചിട്ടുണ്ടോ? ഐ മീൻ ഇളനീർ. ഓ, ധാരാളം കുടിച്ചിട്ടുണ്ട്, നല്ല മധുരമാ. ബൈ ദ ബൈ, എവിടെ നിന്നാണ് നമുക്ക് ഇളനീർ കിട്ടുന്നത്? തെങ്ങിൽ നിന്ന്. നിങ്ങൾക്ക് തെങ്ങിൽ കയറാൻ അറിയാമോ? ഇല്ല. വെരി ഗുഡ്. എനിക്കും അറിയില്ല. തെങ്ങിൽ കയറാൻ അറിയാത്തവൻ തെങ്ങിൽ കയറിയാൽ എന്ത് സംഭവിക്കും? താഴെ വീഴും. അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഞാൻ ആ പണിക്ക് പോവാത്തത്. ബൈ ദ ബൈ, തെങ്ങിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ ഉയരമുള്ള തെങ്ങിന് മുകളിൽ ഉറപ്പുള്ള തോടിനുള്ളിൽ മധുരമുള്ള ശുദ്ധമായ വെള്ളം. അത്ഭുതം തോന്നുന്നില്ലേ? അത്ഭുതം തന്നെ. വണ്ടർഫുൾ. തെങ്ങ് വളരെ ഉപകാരമുള്ള ഒരു വൃക്ഷമാണ്. ഹായ്, തെങ്ങ് നല്ല മരം. ഇനി മുതൽ ഞങ്ങളും തെങ്ങിന് വെള്ളമൊഴിച്ചു കൊടുക്കും, വളമിട്ട് കൊടുക്കും. തെങ്ങിനു മാത്രമല്ല, ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീടിനടുത്തൊക്കെ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുകയും വേണം. ഐ മീൻ ഗാർഡൻ. നമ്മൾ മാവിൽ നിന്ന് പഴുത്ത മാങ്ങ പറിച്ചു തിന്നാറില്ലേ? അതെ. ബൈ ദ ബൈ, ആ മാവ് നമ്മൾ നട്ടതാണോ? അല്ല, നമുക്ക് മുമ്പ് ആരോ മാവ് നട്ടത് കൊണ്ടാണ് നമുക്ക് മധുരമുള്ള മാങ്ങ പറിച്ചു തിന്നാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളും മാവ് നട്ടാൽ
ചെറിയ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ അവർക്കും മാങ്ങ പറിച്ചു തിന്നാം. അതൊരു നല്ല കാര്യമല്ലേ? മരം ഒരു വരം, മരങ്ങൾ പലതരം. ഒരാൾ ഒരു മരം നട്ടാൽ ഹായ് നാട് ഹരിത മനോഹരം. മരം ഒരു വരം. അയ്യോ അണ്ണാ അത് വേണ്ട. അമ്മ മക്കളെ താരാട്ട് പാടിയുറക്കുന്നു, നല്ല ഉടുപ്പണിയിക്കുന്നു, ചക്രമുത്തം തരുന്നു. റൈറ്റ്? ശരിയാണ്. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെ വളരെ ഇഷ്ടമാ. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരാൻ ഭാഗ്യം കിട്ടാത്ത ധാരാളം കുട്ടികളുണ്ട്. അവരെ നാം പ്രത്യേകം സ്നേഹിക്കണം. നമുക്ക് അമ്മ പറഞ്ഞു തരുന്ന നല്ല കഥകളൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കണം. എന്താ? അണ്ണൻ പറഞ്ഞത് വളരെ ശരിയാ. ബൈ ദ ബൈ, കുറെ കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വയസ്സാവും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളെ സ്നേഹിച്ച പോലെ ഞങ്ങളും അവരെ സ്നേഹിക്കും. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അല്ലേ മോനു? തീർച്ചയായും. ഞാൻ വലുതായാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. നല്ല കുട്ടികൾ, വെരി ഗുഡ് കുട്ടികൾ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര ശരിയാക്കി എഴുതിയാലും തെറ്റാണെന്ന് പറയുന്ന ഒരു വാക്ക്. അത് ആൻസർ പറയൂ, വേഗം പറയൂ. ഞാൻ പറയാം. തെറ്റ്. ശരി. അയ്യോ ചേട്ടാ, ഉത്തരം തെറ്റാണെന്നാ ഞാൻ പറഞ്ഞത്. അതെ അതെ, ഉത്തരം ശരിയാണെന്നാ ഞാൻ പറഞ്ഞത്. എങ്കിൽ അടുത്ത പാട്ട് കേൾക്കട്ടെ. അതിന് നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റല്ലേ? അതെ. എങ്കിൽ പാട്ടില്ല. പാട്ടില്ല 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 പാട്ടില്ല. അയ്യേ അയ്യേ. ഈ അണ്ണന്റെ ഒരു കാര്യം. പക്ഷികളെ കൂട്ടിലടക്കുന്നത് പാപമാണ് അല്ലേ ചേട്ടാ? ഓഫ് കോഴ്സ്. അവയ്ക്ക് ആകാശത്ത് പാറി കളിക്കാനുള്ളതാണ് ചിറകുകൾ. അവയെ കൂട്ടിലടച്ചാൽ പിന്നെ എങ്ങനെ പാറി കളിക്കും? ബൈ ദ ബൈ, ചോദ്യത്തിന് ഉത്തരം പറയുമോ? പറയാം പറയാം. ഓൾ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, കല്ല് വെള്ളത്തിലിട്ടാൽ മുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അറിയില്ല. ആ, വെരി ഗുഡ്. എനിക്കും അറിയില്ല. ഞാൻ പറയാം. കല്ലിന് നീന്താൻ അറിയാത്തത് കൊണ്ട്. ആ, അത് തന്നെ. അടുത്ത ചോദ്യം. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. എന്താണ്? അറിയില്ല. അയ്യോ, ഈ കുട്ടികളുടെ ഒരു കാര്യം. ആമാ. അണ്ണാ പാട്ട്. നോ. ഉത്തരം പറയുന്നത് വരെ പാട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വയറുണ്ട്, ഭക്ഷണം കഴിക്കില്ല, തലയില്ല, ശബ്ദമുണ്ടാക്കും, വെറുതെ ഇരിക്കുമ്പോൾ മിണ്ടാതിരിക്കും, അടി കൊടുത്താൽ പൊട്ടിക്കരയും. എന്താണ്? പറയൂ. ആ, ഞാൻ പറയാം. ചെണ്ട. സബാഷ്. അയ്യോ, സമയം സന്ധ്യയായി. പാട്ടും കഥകളും കേട്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. നോക്കൂ, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു. കിഴക്കതാ അമ്പിളിയമ്മാവൻ ഉദിച്ചുയരുന്നു. അമ്പിളിയമ്മാവൻ. അണ്ണാ, എനിക്കൊരു സംശയം. വെരി ഗുഡ്. എന്ത് സംശയമുണ്ടെങ്കിലും എന്നെപ്പോലെ വിവരമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം. ഓക്കെ? ഈ അമ്പിളിയമ്മാവൻ എന്താ ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത്? അമ്പിളിയമ്മാവനെ നിങ്ങൾ ഭൂമിയിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ട് നിങ്ങൾ വിളിച്ചു നോക്കൂ. എന്നാ മക്കള് ചെല്ല്. ഐ മീൻ ഗോ ഹോം. പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു. അയ്യേ, ഈ കുട്ടികളുടെ ഒരു കാര്യം. അക്കരെ നിൽക്കും ചപ്പാത്തി, ഇക്കരെ നിൽക്കും ചപ്പാത്തി, കടലിൽ മുങ്ങും ചപ്പാത്തി. നമുക്ക് വീട്ടിലെത്തിയിട്ട് അമ്പിളിയമ്മാവനോട് നമ്മുടെ കൂടെ കളിക്കാൻ വരാമോ എന്ന് ചോദിക്കാം. എന്താ? നമുക്ക് ചോദിച്ചു നോക്കാം.
ും